ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ ഇനിയും 3 ആഴ്ചയുണ്ട്. 4-ാം തീയതി അറിയും. അതിനു മുമ്പേ ഇവിടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ചർച്ച തുടങ്ങി. KC വേണുഗോപാൽ ഒരു പക്ഷം, ചെന്നിത്തല ഒരു പക്ഷം, VD സതീശൻ ഒരു പക്ഷം. കെ സുധാകരൻ ആദ്യം ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ KC വേണുഗോപാൽ ആകണമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ പെട്ടെന്ന് ഈ വെറുക്കാൻ കാരണം ഇതാണ്, ഈ UDFന്റെ ഈ തമ്മിത്തല്ല് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ. സന്ദീപ് വാര്യരുടെ ഒരു വീഡിയോ ഉണ്ട്, ഈ വീഡിയോ കണ്ട് മടങ്ങിയത്. KC വേണുഗോപാലിന് എന്ത് അർഹത എന്നാണ് ഒരു മാധ്യമ സ്ഥാപനം ഇന്നലെ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ അർഹത അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു, അദ്ദേഹം കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പദവികൾ വഹിച്ചിട്ടുണ്ട്, ദീർഘകാലത്തെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയായ ശേഷം രാജ്യത്ത് കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കാനും അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരാനും പ്രതിപക്ഷ കക്ഷികളെ ഒരുമിപ്പിക്കാനും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ട്. അത് കാണാതെ പോകരുത്. ഭാരത് ജോഡോ യാത്ര ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്, അടുത്ത കാലത്ത് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മൂവ്മെന്റ്, അതിന്റെ ചാലക ശക്തി ആരായിരുന്നു? ശ്രീ KC വേണുഗോപാലായിരുന്നു. അത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അത് പൂർണ്ണമാക്കി അതിന് രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മനോഹരമായി തെരഞ്ഞെടുപ്പിനെ കോർഡിനേറ്റ് ചെയ്തത് ശ്രീ KC വേണുഗോപാലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കുറച്ച് 1 മണിക്കും 2 മണിക്കും വരെ ഫോൺ ചെയ്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ചോദിച്ചറിയുകയും ഉപദേശം തരികയും വേണ്ട എല്ലാ സഹായങ്ങൾ ചെയ്തു ചെയ്തത് ശ്രീ KC വേണുഗോപാലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊന്ന്, വ്യക്തിപരമായ ഒരു അനുഭവം പറയട്ടെ. ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിന്റെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിൽ സുരക്ഷിതമായിരിക്കും, നിനക്ക് പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കോൺഗ്രസ് നൽകും എന്ന് പറഞ്ഞ് എന്നെ കൈപിടിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ചതും ശ്രീ KC വേണുഗോപാലായിരുന്നു. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം പറയാം. കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒന്നിലേറെ പേരുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും ശ്രീ KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള വലിയൊരു വൈബ്രന്റ് ലീഡർഷിപ്പ് കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസിന്റെ ദൗർബല്യമല്ല, അത് കോൺഗ്രസിന്റെ കരുത്താണ്. വിശാലമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്ലാറ്റ്ഫോമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു വലിയൊരു ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇടതുപക്ഷത്തെ വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് മറ്റ് നേതാക്കന്മാരില്ല, പിണറായി അല്ലാതെ മറ്റൊരു പേര് പോലും അവർക്ക് പറയാനില്ല. പക്ഷെ ഇത് കോൺഗ്രസിന്റെ കരുത്താണ്, കോൺഗ്രസിന്റെ ദൗർബല്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ UDF അധികാരത്തിൽ വരുമെന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനുമുള്ള പരിശ്രമങ്ങളാണ്. അത് തിരിച്ചറിയാൻ UDF പ്രവർത്തകർക്ക് സാധിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാവണമെന്നൊക്കെ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരും. ആ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒന്നിലധികം നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് ആര് വന്നാലും അത് സ്വീകരിക്കാൻ ഉള്ള ഹൃദയവിശാലതയും പാർട്ടി സ്നേഹവും പാർട്ടി കൂറും കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കും. അതിലൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കും. കോൺഗ്രസ് പ്രവർത്തകർ ജാഗ്രത. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.